ശ്ലീഹാകാലത്തിലെ അവസാന ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന വായനകളെല്ലാം പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത്. പന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ലോകമെങ്ങും തീക്ഷ്ണതയോടെ വചനം പങ്കുവയ്ക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട ശിഷ്യന്മാരെയും ബലഹീനരും അജ്ഞരുമായിരുന്ന അവരിലൂടെ ദൈവിക ശക്തി വെളിപ്പെടുന്നതുമെല്ലാം ഈ ശ്ലീഹാകാലത്തിലെ ധ്യാന വിഷയമായിരുന്നു. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ മോശയ്ക്ക് തനിച്ച് ഇസ്രയേൽ ജനത്തെ നയിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ മോശയുടെ ആവശ്യപ്രകാരം തന്നെ സഹായിക്കുവാൻ 70 ശ്രേഷ്ഠന്മാരെ അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അവർ ദൈവാത്മാവിനെ സ്വീകരിക്കുന്ന സംഭവവുമാണ് നാം കണ്ടുമുട്ടുന്നത്. മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ നിന്നും ഒരു ഭാഗം 70 നേതാക്കന്മാരിലേക്ക് ദൈവം പകർന്നുകൊണ്ട് ഇസ്രയേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കുവാൻ അവരെ അവിടുന്ന് ശക്തരാക്കുകയാണ്. ആ 70 പേർക്കായി മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ നിന്നും ഒരംശം ദൈവം പകർന്നു കൊടുക്കുന്നത് വചനഭാഗത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രധാന കാര്യം ഇതാണ്: നാം ദൈവാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ, വിശുദ്ധിയും സ്നേഹവും നന്മയുമെല്ലാം നിറഞ്ഞവരായി മാറുമ്പോൾ, നാം അറിയാതെ തന്നെ നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക്, നമ്മോട് ചേർന്ന് നിൽക്കുന്നവരിലേക്ക് അവ പകരപ്പെടും. അതോടൊപ്പം വിശുദ്ധിയാലും നന്മകളാലും പുണ്യങ്ങളാലും നിറയപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലതിനോട്, നന്മയോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കുകയും വേണം. രണ്ടാമത്തെ വായനയിൽ ദൈവാത്മാവ് നഷ്ടപ്പെട്ട് ദുരാത്മാവ് ബാധിച്ച സാവൂൾ രാജാവിനെ നാം കണ്ടുമുട്ടുന്നു. ഇസ്രയേൽ ജനത്തെ നയിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ രാജാവായ അദ്ദേഹം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ അവിശ്വസ്തനായി തീരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ നിന്നും വിട്ടുപോവുകയും മറ്റൊരു ദുരാത്മാവ് അവനിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതായി വചനം പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കാതെ, സ്നേഹിക്കാതെ നാമും ജീവിക്കുമ്പോൾ, ആത്മാവിൻ്റെ പ്രേരണകൾക്ക് ചെവി കൊടുക്കാതെ നാം ജീവിക്കുമ്പോൾ സാവധാനം തിന്മയുടെ ദുരാത്മാവ് നമ്മിലും ഭരണം നടത്തുമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തിയ സാവൂളിനെ പോലും ദുരാത്മാവ് ബാധിച്ചുവെങ്കിൽ നാം എത്രമാത്രം ശ്രദ്ധാലുക്കളായി ജീവിക്കണമെന്ന് വചനം മുന്നറിയിപ്പ് നൽകുകയാണ് രണ്ടാമത്തെ വായനയിലൂടെ. ആത്മാവിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കുവാൻ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മിൽ വസിക്കുന്ന ആത്മാവ് എപ്രകാരമുള്ളതാണെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയാൽ മതിയെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ നമ്മിലുണ്ടെങ്കിൽ നാം നയിക്കപ്പെടുന്നത് ദുരാത്മാവിനാലാണെന്നും, ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ വസിക്കുന്നുണ്ടെങ്കിൽ നാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെന്നും ശ്ലീഹ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കിക്കൊണ്ട് ഏത് ആത്മാവിനാലാണ് നാം നയിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ നൽകും എന്ന് വാഗ്ദാനം ചെയ്യുന്ന ക്രിസ്തുവിനെയാണ് സുവിശേഷ ഭാഗത്ത് നാം കണ്ടുമുട്ടുന്നത്. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി മാത്രം നൽകപ്പെട്ടിരുന്ന ദൈവിക ശക്തിയായി ആത്മാവിനെ നാം കാണുന്നുണ്ട്. എന്നാൽ ഈശോ തൻ്റെ വേർപാടിൻ്റെ നിമിഷങ്ങളിൽ ശിഷ്യർക്ക് നൽകുന്ന ആത്മാവ് കുറച്ചു നാളത്തേക്ക് മാത്രമായി അയക്കുന്നതല്ല, മറിച്ച് എന്നും അവരോടൊപ്പം ആയിരിക്കുവാനുള്ളതാണ്. അതുകൊണ്ടാണ് അവൻ ഇപ്രകാരം പറയുന്നത്: എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ ഞാൻ നൽകും. ഇപ്രകാരം ശിഷ്യന്മാർ സ്വീകരിച്ച ആത്മാവിനാൽ അവർ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ ദൈവവചനത്തിൻ്റെ വാഹകരായി മാറുകയും ഏതു പ്രതികൂല സാഹചര്യത്തെ നേരിടുവാൻ ശക്തരായി തീരുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലും സങ്കടരാവുകളിലും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലും അസന്നിഗ്ധാവസ്ഥകളിലും ആത്മാവിനെ അനുഭവിച്ചറിയുവാൻ അവർക്ക് സാധ്യമായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് അവൻ നമ്മോട് ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയുവാൻ, അനുഭവിക്കുവാൻ നമുക്കാവുന്നുണ്ടോ? വേദനകളിലും നൊമ്പരങ്ങളിലും നമ്മെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസകനും, പ്രതിസന്ധികളിൽ കൈത്താങ്ങാകുന്ന സഹായകനും, നന്മയുടെ പാതയിൽ നയിക്കുന്ന ഉപദേഷ്ടാവുമായ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയുവാൻ നമുക്കും പരിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, ദൈവാത്മാവിനാൽ നിറയപ്പെട്ടവരായി
ചുറ്റുമുള്ളവരിലേക്ക് ആത്മാവിൻ്റെ പരിമളം പരത്തുവാനും ദുരാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകാതെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകുവാനും ആത്മാവിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിച്ച് നമ്മിൽ വസിക്കുന്ന ആത്മാവിനെ അനുഭവിച്ചറിയുവാനും പങ്കുവയ്ക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.